ഞങ്ങൾ അമേരിക്ക വരെ പോവാ മോനെ. ഞാൻ ഇപ്പൊ വന്നേയുള്ള അമ്മാവനവിടെ നരേന്ദ്രമോദി അമ്മയുടെ ആങ്ങളെ എൻ്റെ ചെറിയ പിള്ളേരച്ച പറയണ്ട. ഈ മലയുടെ മുകളിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് കാണുന്നൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയത് കേട്ടോ. നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ വീട്ടിലാട്ടോ. ഇതാണ് ഞങ്ങളുടെ പുതിയ വീട്. ഇത് ഉണ്ടാക്കിയിട്ട് 3 വർഷമായിട്ടുള്ളൂ അല്ലേ? അതെ, ഞങ്ങളെ കല്യാണത്തിന്റെ 5 ദിവസം മുന്നേ ആയിരുന്നു ഇതിന്റെ താമസം. അതെ. അപ്പോൾ ഞങ്ങൾ എവിടെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്, എന്തായാലും ഏത് ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ്, ഏത് ലെവലിൽ നിന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്നും എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. വിളിക്കുന്ന ആൾക്കാരൊക്കെ, ഞങ്ങളെ കാണുന്ന ആൾക്കാരൊക്കെ എപ്പോഴും ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് മലാവിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായത്, അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, മലാവിയിൽ വന്ന് ജോലി ചെയ്യും, അവിടുന്ന് ഉള്ള വരുമാനമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിത നിലവാരവും ജീവിതത്തിലെ സന്തോഷങ്ങളും എല്ലാം ഉണ്ടാക്കി തന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് മലാവിയാണ്. നമ്മൾ ഇന്ത്യക്കാരൻ എന്ന് അഭിമാനത്തോടെ പറയുന്ന പോലെ തന്നെ നമ്മുടെ അന്നം തരുന്നൊരു രാജ്യമാണ് മലാവി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തോടുള്ള ഞങ്ങളുടെ ഒരു എന്താ പറയുക കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, നമുക്ക് രാജ്യത്തോടും അല്ലെങ്കിൽ നമുക്ക് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം എന്നൊക്കെ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോഴൊക്കെ പറയുമ്പോഴും ആളുകൾ എന്നാലും എന്തായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാണ്ട്, എല്ലാവർക്കും അങ്ങനെ തോന്നില്ലോ എന്നൊക്കെ പറയില്ലേ. അപ്പം അതാണ് ഞങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ എവിടെ നിന്നാണ്, എത്ര ദൂരത്ത് നിന്നാണ്, എന്താ പറയുക, കുടിവെള്ളമാണെങ്കിലും വിദ്യാഭ്യാസത്തിനാണെങ്കിലും ഒക്കെ ഞങ്ങൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നേരിട്ട് നിങ്ങൾക്കൊന്ന് കാണാം. അതിനാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പം ഞാനും സുമിയും അനൂപും അഞ്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അഞ്ചി ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല, കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. ആദ്യം അച്ഛൻ അനിയനൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും പുതിയ വീട് വെച്ച് താഴേക്ക് വന്നു. അപ്പം താഴേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് താഴെ മുകളിൽ എന്നുള്ളത് ഞങ്ങൾ പോണ വഴിക്ക് പറയാം അല്ലേ. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് ഭാഗമായിട്ട് നമ്മുടെ വണ്ടിയുടെ പുറകിൽ മലാവി ഡയറിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മലാവി ഡയറി, ഹാപ്പിനെസ് ഫ്രം ആഫ്രിക്ക. അപ്പോൾ നമ്മുടെ വണ്ടി നമ്പർ ഇതേ നോട്ട് ചെയ്തോളൂ, KL7BL 2323 എന്നുള്ള നമ്പറാണ് നമ്മുടെ വണ്ടിയുടേത്. അപ്പം എവിടെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ വീട് ഇതാണ് കേട്ടോ. ചെറിയ തണൽമരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ വീടിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ വഴിയെ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ വീട് എങ്ങനെയായിരുന്നു, എവിടെയാണ് താമസിച്ചെന്നൊക്കെ നമുക്കത് കാണിച്ചു തരാം. ഇത് പിന്നെ പുതിയ വീട് എന്ന് പറഞ്ഞാൽ 3 വർഷമായി. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ വേറെ വീഡിയോയിൽ വരും. ഇപ്പം നമുക്ക് അവിടെ പഴയ വീടും ഓരോ സ്ഥലവും എല്ലാം കാണാം. ഞാൻ ആ കല്യാണം കഴിഞ്ഞിട്ട് 2-3 തവണ പോയിട്ടുള്ളൂ. 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ ഞാനും ആഫ്രിക്കയിൽ പോയതാണ്. അപ്പോൾ എനിക്കും വീണ്ടും കാണാനും ആഗ്രഹമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാം കേട്ടോ. ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് തൊണ്ടയും ഒച്ചയൊക്കെ ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിച്ചായിരുന്നു. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ വരാൻ പോകുന്ന ഈ ബിൽഡിങ്ങുകളുണ്ടല്ലോ, ഇതാണ് ഞങ്ങൾ പഠിച്ച LP സ്കൂൾ കേട്ടോ. LP അല്ല, UP ആണ്. ഇവിടെ ഞങ്ങൾ UP പഠിച്ചത്. ഇതാണ് AUPS നെട്ടിക്കുളം സ്കൂള്. ഇവിടെയായിരുന്നു ഞങ്ങൾ പഠിച്ചത്. ഇപ്പോൾ സ്കൂളൊക്കെ വലുതായി. ഈ ഫ്രണ്ടിലെ മാത്രമേ ഓടിയിട്ടുള്ളൂ, ബേക്കിലൊക്കെ വലിയ 2 നില ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്, 2-3 നിലയൊക്കെ. ഇതാണ് ഞെട്ടിക്കുളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആനക്കല്ലിൽ നിന്ന് ഈ സ്കൂളിലേക്കൊക്കെ 3-4 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ നടന്നിട്ട് വേണം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ. 5 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു സ്ഥലത്ത് ഞെട്ടിക്കുളം എന്ന് പറയാം കേട്ടോ. ഈ റോഡൊക്കെ ഇപ്പോഴാണ് ഇത്രയും നല്ല റോഡായിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ കട്ട് റോഡൊക്കെ ആയിരുന്നു. ഇതിലായിരുന്നു ഞങ്ങൾ നടന്ന് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനപ്പുറത്ത് ഇവിടുന്ന് 1 കിലോമീറ്റർ പോയാൽ തന്നെയാണ് ഞങ്ങളുടെ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് പനങ്കയം പാലം എന്ന് പറയും. ഇതാണ് ചാലിയാർ പുഴ. അപ്പോൾ ഇതാണ് ചാലിയാർ പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 2-8ാം ക്ലാസ് വരെയൊക്കെ ഈ പുഴയിൽ തോണിയായിരുന്നു. അപ്പോൾ ഈ താഴ്ഭാഗത്ത് നിന്ന് തോണിയിൽ വേണം ഞങ്ങൾക്ക്
സ്കൂളിലേക്ക് പോവാണ്. കുട്ടികളെല്ലാം തോണിയിലാണ് സ്കൂളിൽ പോകാൻ വരുന്നുണ്ടെന്നാണ്. അതായത് വീട്ടിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ നടന്നു വന്ന് അവിടുന്ന് വീണ്ടും തോണി കയറിയിട്ട് വേണം ഞങ്ങൾക്ക് ഞെട്ടിക്കുളം, നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഞെട്ടിക്കുളം എന്ന് പറഞ്ഞാൽ അങ്ങാടി കണ്ടില്ല, ഞെട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നത് തോണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും റിസ്ക് എടുത്താണ് ഇവിടെയുള്ള ഓരോ കുട്ടികളും പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ 10ാം ക്ലാസ്സൊക്കെ എത്തിയ സമയത്തായപ്പോഴത്തേക്കും ഇവിടെ ഈ പനങ്കയം പാലം വന്നു കേട്ടോ. അപ്പോൾ ചാലിയാറിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ചൂരൽമല ദുരന്തമൊക്കെ ആയിരുന്നു. ആ ദുരന്തത്തിൽ ഒരുപാട് ആളുകളുടെ മൃതശരീരങ്ങളൊക്കെ ഒലിച്ചു വന്നത് ഈ പുഴയിലൂടെയായിരുന്നു. അപ്പോൾ ഈ നാട്ടിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ചേർന്നിട്ടായിരുന്നു ഇതെല്ലാം ഈ പുഴയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും സങ്കടകരമായ ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞാൽ ചാലിയാറിനെ കുറിച്ച് ഇപ്പം ഞങ്ങൾക്ക് ഉണ്ടാവുക. വെള്ളം കുറവാണ് കേട്ടോ, ഇല്ലെങ്കിൽ അക്കരെ ഇക്കരെ മുട്ടിയിട്ട് ആ കരയും ഈ കരയും മുട്ടി അത്രയും ലെങ്ത്തിൽ വെള്ളം വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പുഴ അക്കരെ ഇക്കരെ മുട്ടി നിൽക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര വെള്ളമാകുമ്പോൾ വെള്ളം ശരിക്കും പറഞ്ഞാൽ അങ്ങാടിയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വെള്ളം എത്തുമ്പോഴത്തേക്കും ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ തോണി കടത്തില്ല. അപ്പോൾ +2 വരെയുള്ള കുട്ടികളെ മാത്രം കടത്തും. ഒരുപാട് വെള്ളം വരുമ്പം സ്കൂളിന് അങ്ങോട്ട് തോണി ഉണ്ടാവില്ല. അപ്പോൾ പുഴയിൽ നിന്ന് അക്കരയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവധി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സ്കൂൾ ജീവിതം ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും റിസ്ക് എടുത്താണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ അങ്ങ് ദൂരെ നിങ്ങൾക്ക് മലകൾ കാണുന്നുണ്ടോ? ആ കാണുന്ന മലയുടെ മുകളിൽ നിന്നൊക്കെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ആ ദൂരെ കാണുന്ന ഒരു മലയിൽ നിന്നാണ് ഞാനും വന്നിരുന്നത്. ആ മലയുടെ മുകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ പാലം കടന്ന് താഴേക്ക് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് പനങ്കയം എന്ന് പറയും. പനങ്കയമാണ് ഞങ്ങളുടെ ഒരു ചെറിയ അങ്ങാടി. ഞങ്ങൾ സാധനം വാങ്ങാനൊക്കെ വരണേ പനങ്കയത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. പനങ്കയാണ് ഞങ്ങളുടെ ഒരു അങ്ങാടി, ചെറിയ അങ്ങാടി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് വലിയൊരു അങ്ങാടിയായ ഒരു സിറ്റി പോലെ ആയിട്ടുണ്ട്. 3 വർഷത്തെ എൻ്റെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ അതിശയിപ്പിക്കുന്ന മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ നാട്ടിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ ഞങ്ങളുടെ ജീവിതത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ള ചാലിയാർ പുഴ എന്ന് പറയുന്നത്. ഈ ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായ ആളുകളുടെ സ്വപ്നമായിരുന്നു. അത് നേടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി നമ്മുടെ പഴയ വീട്ടിലേക്കും ഓർമ്മകളിലേക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പുഴയുടെ അരികിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരുപാട് കടകളും ബിൽഡിങ്ങുകളൊക്കെ വന്നു. ആദ്യം ഇത്രയും കടകളൊന്നും ഉണ്ടായിരുന്നില്ല, 1-2 കടകളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളും കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളും തുണിക്കടകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പം പനങ്കയത്ത് തന്നെ വന്നിട്ടുണ്ട്. പനങ്കയത്ത് കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ഫർണിച്ചറുകളാണെങ്കിലും സ്റ്റീലാണെങ്കിലും സിമെൻ്റ് ആണെങ്കിലും അങ്ങനെ ഒരുപാട്. പണ്ടൊക്കെ തോണിയിലൊക്കെ കയറ്റിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇതെല്ലാം വലിയ ഹോട്ടലുകൾ എല്ലാം ഈ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ വന്നു. ഗ്രാമം എന്നുള്ളത് മാറി ഇപ്പോൾ വലിയ സിറ്റിയുടെ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് പനങ്കയം പാലം കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള അങ്ങാടി എന്നാണ്. ഇതാണ് ശരിക്കും ഇപ്പോൾ പനങ്കയത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത്. ഇവിടുന്ന് പനങ്കയത്ത് വന്ന പനങ്കയം പാലം കഴിഞ്ഞ് റൈറ്റിലേക്കുള്ള റോഡിലേക്കാണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കൂവക്കോലിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത്. പനങ്കയം പാലത്തിൽ നിന്ന് വന്ന് റൈറ്റ് എടുത്ത് ആദ്യം കാണുന്ന ലെഫ്റ്റിലേക്കുള്ള റോഡാണ് കൂവക്കോൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമം. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഞങ്ങളുടെ വീട്. ശരിക്കും കൂവക്കോൽ എന്ന് പറയുന്നത് ഒരു ഫുള്ളി കർഷകരുടെ നാടെന്ന് തന്നെ പറയാം. റബ്ബറും തെങ്ങും കവുങ്ങും പണ്ട് പറങ്കിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ റബ്ബറാണ്. ഈ ഒരു സൈഡിലേക്ക് മാത്രമേ കവുങ്ങും തെങ്ങൊക്കെ ഉള്ളൂ. റബ്ബറാണെങ്കിലും എല്ലാ കൃഷികളും കുറഞ്ഞു വരികയാണ്, കർഷകരില്ലാതായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ആണ് കൂവക്കോൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രാമം. ഇവിടെയൊക്കെ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല, കുഞ്ഞു വീടുകളൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ എല്ലാം ബഹുനില കെട്ടിടങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളും റിലേഷനൊക്കെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ചക്കയുടെ കാലമായിട്ട് പ്ലാവുകളിലൊക്കെ നിറയെ ചക്കയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇപ്പം ഈ കാണുന്നതാണ് ഞങ്ങൾ പഠിച്ച നേഴ്സറി കേട്ടോ. ഈ നേഴ്സറിയിലായിരുന്നു ഞങ്ങൾ നേഴ്സറി വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. ഇതൊക്കെ ഓടിട്ടൊരു നേഴ്സറി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വലിയ വാർപ്പിൻ്റെ നേഴ്സറിയായി മാറി.
ഇവിടുന്ന് ഈ താഴേക്കുള്ള ഈ റോഡുണ്ടല്ലോ, ഇത് നമ്മുടെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ്. താഴെ വീടെന്ന് ഞങ്ങൾ പറയാം. ഞങ്ങൾക്ക് ആദ്യം മേലെ വീടും താഴെ വീടും ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങൾ മിക്കവാറും താഴെ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. അച്ഛൻ്റെ അനിയൻ കുഞ്ഞുമാനി കൊച്ചാണ് ഞങ്ങൾ വിളിക്കാറ്. കൊച്ചൻ്റെ വീടാണ് ഇവിടെ. കുഞ്ഞമ്മയും കൊച്ചനും 2 മക്കളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അനുമോളെയും മണിയനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെ മറ്റു വീഡിയോയിലൊക്കെ. ഇവിടെയാണ് ഞങ്ങൾ മിക്കവാറും നിൽക്കുക. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ ഇവിടുത്തെ അമ്മമാരാട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുള്ള, ഞങ്ങളെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷാട്ടോ. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളായി ഞങ്ങൾ ഇവിടെ വന്നതല്ലേ. ഇപ്പൊ നിങ്ങളൊക്കെ വലിയവരായപ്പോ അറിയുന്നില്ല. ആ പഴയ ആൾക്കാരൊക്കെ ഇപ്പൊ എപ്പ കണ്ടാലും അറിയും. എല്ലാരും ഒന്നും അറിയൂല. അപ്പം ഇനി ഞങ്ങൾ ഇത് താഴെ കോക്കൂല് നട പറയാം. ഞങ്ങൾ ഇത് മേലെ കോക്കൂലിലേക്കാണ് പോകണം കേട്ടോ. അപ്പോൾ താഴെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മേലെ വീട്ടിലേക്ക് പോവാണ്. റോഡൊക്കെ ഇപ്പോൾ റീടാറിങ് കഴിഞ്ഞു കേട്ടോ. ആദ്യം ഞങ്ങൾ ചെറുപ്പത്തിൽ ടാർ ചെയ്തിരുന്നത്, അത് കഴിഞ്ഞിട്ട് ഒക്കെ പൊളിഞ്ഞു പോയി. ഇതിലെ മേളിലേക്കൊരു വഴിയുണ്ട്. ഈ വഴി നമുക്ക് പോകാൻ പറ്റും. പക്ഷേ പ്രളയത്തിന് ശേഷം റോഡ് വളരെ മോശമായതുകൊണ്ട് വണ്ടി പോകില്ല. ഒരിടക്കാലത്ത് റെഡിയാക്കിയ റോഡായിരുന്നു കേട്ടോ ഇത്. അപ്പൊ നമ്മൾ നേരെ ഇപ്പൊ കാണുന്ന ഈ വെള്ള പെയിന്റ് അടിച്ച വീട്ടിലെ ഇതാണ് നമ്മുടെ മിന്നുവിന്റെയും ചിന്നിന്റെ ഒക്കെ വീട്. അത് ഞങ്ങളുടെ ഷാജി കൊസന്റെ വീടാണിത്. മായാന്റിന്റെ ഷാജി കൊസിന്റെ ഒക്കെ വീടാണ് ഇത്. അതെ, ഏറ്റവും ചെറിയ കൊസന്റെ വീട് ഇതാണ്. പൂക്കോലൊരു ഭാഗം കേട്ടോ. ഇത് കൊച്ചൻ്റെ വീടാണ്. ഇപ്പോൾ ഈ വീടിൻ്റെ പാല് കാച്ചലൊക്കെ കഴിഞ്ഞുള്ളൂ കേട്ടോ. ഞങ്ങൾ വരുന്നതിന് കുറച്ച് ദിവസം മുമ്പായിരുന്നു. ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ആർക്കും അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഇവിടെ മിന്നുണ്ട്, ചിന്നു ഉണ്ട് ഇവിടെ. ചിന്നു പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നത്. അവിടെ ഭയങ്കര ഒച്ചയും വിളിയും ഒക്കെ ആയതുകൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ പഠിക്കുന്നുണ്ടോ എന്തോ, ബുക്കൊന്നും കാണാനില്ലല്ലോ. ഉണ്ടോ? പഠിക്കണ്ടെന്നൊക്കെ പറയണു. എന്താണോ എന്തോ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ആളെന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണ്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പ്രശസ്തനായ വെടിയച്ഛൻ. അച്ഛൻ ഇവിടെ പോവല്ലേ? ഇതാണ് നമ്മുടെ രാജ്യത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരാളെന്ന് വേണേ പറയാം അച്ഛനെ. എന്തൊക്കെ അച്ഛാ? ഞങ്ങള് അമേരിക്ക വരെ പോവാ. മോനെ ഞാൻ ഇപ്പൊ വന്നേയുള്ള അമ്മാവനവിടെ നരേന്ദ്രമോദി അമ്മയുടെ ആങ്ങളെ എൻ്റെ ചെറിയ പിള്ളേരച്ഛ പറയണ്ട. ഞാൻ കുറച്ച് മീൻ വേണമെന്ന് പറഞ്ഞു അമ്മാവന്. മീൻ കിട്ടും ചാള മേടിച്ചു കൊടുക്ക്. എന്റെ വീട്ടിലുണ്ട്, വാ കാണിച്ചു തരാം. നിങ്ങൾ പോയിട്ട് വാ. അവിടെ പൊന്നമ്പോ മാത്രമേ ഉള്ളൂ പാവം. എങ്ങോട്ടാ പോവാ? എനിക്ക് അവിടെ മരുന്ന് പോകണം മോനെ. നീ എന്നാ വന്നേ? ഇതെല്ലാം എനിക്കുള്ളവരാ. ഞാൻ മയക്കാവെന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. അയ്യോ ഇത് അയ്യോ ഞാൻ കണ്ടിപ്പോഴാ വർക്കാറ് ഉള്ള സ്നേഹമുണ്ട്. അങ്ങനെയുള്ളതിനെ വേണം നമുക്ക്. ഇല്ലെങ്കിൽ നമ്മൾ പറപ്പിക്കും. ഇതിനെയോ പറപ്പിക്കണോ? ദോഷമാ, വേണ്ട, കിടക്കട്ടെ നമ്മള്. എന്നാ കേറിക്കോ. ഓക്കെ അച്ഛാ. അപ്പൊ അച്ഛനൊന്ന് വിളിച്ചു പറഞ്ഞേക്കണം അമേരിക്കയിലോട്ട് കേട്ടോ. വേണ്ട, എനിക്ക് ഇതൊക്കെ മതി. സ്നേഹം, രോഗം, ഇപ്പോഴത്തെ രോഗം അതാ. അച്ഛനെ ട്രംപിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. ട്രംപ് മൊബൈൽ നോക്കിയാൽ മതി. ഇതാണ് ഞങ്ങൾ അച്ഛൻ. പിന്നെ എന്റെ ചെവി പൊട്ടിയത് അമ്പലത്തിൽ അയ്യപ്പൻ ഞാൻ വെടി വെച്ച അയ്യപ്പന്റെ പൊട്ടിയില്ല, എന്റെ പൊട്ടി കിട്ടി. സത്യം അച്ഛന് അച്ഛൻ കതിര വെടിക്കാരനായിരുന്നു അമ്പലത്തില്. അപ്പൊ അച്ഛൻ പറയാം അമ്പലത്തിൽ കതിര പൊട്ടിയിട്ട് അയ്യപ്പന്റെ ചെവിയൊന്നും പൊട്ടിയില്ല, അച്ഛന്റെ ചെവി പൊട്ടിപ്പോയി. എന്റെ പൊട്ടി തന്നു. എങ്ങനെ ഒന്നാ പൊട്ടുന്നേ. അപ്പം ഇതൊരു വലിയ കയറ്റമാണ്. കോക്കുവരെ വലിയ കയറ്റം എന്ന് പറയും. ഈ വലിയ കയറ്റം ഇങ്ങനെ കയറി പണ്ട് ഇതൊക്കെ ഭയങ്കര വലിയ കയറ്റമായിട്ട് തോന്നിയായിരുന്നു. ഇപ്പൊ കുറച്ച് ചെറുതായ പോലെ തോന്നുന്നു.
ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗില്ലി എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾ ചെയ്യാത്ത പരിപാടികളില്ല കേട്ടോ. ഗ്രാമോത്സവം എന്ന് പറഞ്ഞാൽ കോക്കോൽ ഗ്രാമോത്സവം എന്ന് പറഞ്ഞാൽ ന്യൂ ഇയറിന് ഭയങ്കര പരിപാടി നടത്തുമായിരുന്നു. ഇവിടുത്തെ അമ്മമാരും ചേച്ചിമാർക്കും എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ച പരിപാടികളായിരുന്നു. ഇവിടെ വലിയ സ്റ്റേജൊക്കെ ഇട്ടിട്ട് വൻ പരിപാടികളായിരുന്നു ഇവിടെ. അപ്പം ഇത് ഇങ്ങനൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കായിരുന്നു. ഇവിടെ ശ്രീധരൻ ചാച്ചൻ്റെ ഒക്കെ വീടായിരുന്നു. ഇതിലെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ വീടാണ്. കുറേ മുകളിൽ കയറി പോകണം കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വണ്ടിയുടെ പാർക്ക് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ ഒരച്ഛനെ, ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഭയങ്കര കമ്പനിയായിട്ട് അച്ഛനായിട്ട്. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൽ കതിനവെടി വെക്കുന്ന ആളായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ ഇരിക്കും. എന്നിട്ട് ഈ കതിനയിൽ മരുന്നൊക്കെ നിറച്ച് ഇടിക്കലും ഒക്കെ ഞങ്ങളായിരുന്നു. അപ്പോൾ അച്ഛനോട് ഭയങ്കര കമ്പനിയാണ്. അച്ഛൻ സ്കൂളിൽ വിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ കൂടെ വരിക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വെടി പൊട്ടിക്കും. കതിന വെടിയല്ല, ഫുള്ള് തള്ളാണ്. അപ്പോൾ ഇങ്ങനെ പറയും, നമ്മുടെ ഞാൻ അമേരിക്കയിലേക്ക് വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രധാനമന്ത്രിനെ വിളിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കും ചെറുപ്പത്തിൽ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോഴും ആ ഒരു വൈബിനൊന്നും ഒരു മാറ്റമില്ലോട്ട്. ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് വന്ന് കണ്ട ആളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനെ കേട്ടോ. അച്ഛനെ കാണാത്തൊരു പരിപാടിയില്ല. ഞങ്ങൾ വെടിയച്ഛനെന്ന് പറയാം. വെടിയച്ഛനെ കാണാത്തൊരു പരിപാടി നമുക്കില്ല. അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛനോട് കണ്ടപ്പോൾ അച്ഛൻ്റെ ഒരു സംസാരവും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, എന്തൊരു സന്തോഷമാണെന്നുള്ളത്. ഇതേ അപ്പം എല്ലാവരും കൂടെ മല കയറാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് മേളിലോട്ട് ഇനി കയറണം. ഇനി ഈ മല കയറണമല്ലോ എന്നുള്ള ആലോചനയിലാണ്. കയറണല്ലോ എന്നുള്ള ആലോചന. ഞാനൊരു വട്ടം കയറിയും കൊണ്ട് ഭയങ്കര ഒരിത്. ഇവർക്ക് ആദ്യം കയറാൻ പോകണം. അനുമോളും മിന്നുമൊക്കെ പിന്നെ ഒരുപാട് കയറി പരിശീലനമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കുറച്ചായിട്ട് കയറൽ കുറവായിരിക്കും. ഞങ്ങൾ കയറാൻ കേട്ടോ. ഇവിടുന്ന് മേളിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ പോകണം. ഇവിടെയാണ് ഞങ്ങൾ വണ്ടി ബൈക്കൊക്കെ കൊണ്ട് നിർത്തുന്നത് ഇവിടെയായിരുന്നു കേട്ടോ. ഞങ്ങളൊരു പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇതൊരു വീടായിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ ഇത് ശ്രീധരൻ ചാച്ചൻ്റെയൊക്കെ വീടാണ്. ശ്രീധരൻ ചാച്ചനൊക്കെ ഇപ്പോൾ പനങ്കയത്താണ് വീട് വെച്ചേക്കുന്നത് കേട്ടോ. പോകുന്ന വഴിക്കാൻ കാണിച്ചു തരാം ശ്രീധരൻ ചാച്ചൻ്റെ വീട്. ഇവരൊക്കെ നമ്മളൊരു ഫാമിലി പോലെ ആയിരുന്നു എല്ലാവരും. അപ്പോൾ ഇവിടെ നമ്മൾ പോവാണ്. ഇവിടെ ഇപ്പോൾ പ്ലാവിലൊക്കെ ഇഷ്ടം പോലെ ചക്കയായിട്ടുണ്ട് കേട്ടോ. എന്താ മൂത്തിട്ടില്ല, ഇടിച്ചേക്കാൻ്റെ പ്രായം കഴിഞ്ഞിങ്ങനെ നിൽക്കുന്നു എന്ന് പറയാം. പിന്നെ അടിപൊളി മാവുണ്ടായിരുന്നു. ഇതൊരു അടിപൊളി മധുരമുള്ള മാവാട്ടോ, നാട്ടുമാവ്. ഇതിൻ്റെ മാങ്ങയ്ക്ക് എന്തൊരു മധുരമാണെന്നറിയോ. രാവിലെ പശുവിനെ കറന്ന് പാലുമായിട്ട് പോകുന്ന സമയത്ത് രാവിലെ തന്നെ ഇഷ്ടംപോലെ മാങ്ങ കിട്ടും. ഇതൊക്കെ പറിച്ചിട്ടാണ് ഞങ്ങൾ പോവുക. ഈ ഒരു ചെറിയ സ്പേസില്ലേ, ഇത് ഞങ്ങളുടെ സ്വന്തം വഴിയാട്ടോ. അങ്ങ് വരെ ഇതിൻ്റെ ചിലരുടെ ഇപ്പോൾ പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. കറണ്ടൊന്നും വന്നിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല കേട്ടോ. കറണ്ട് വന്നത് എത്ര ക്ലാസ് പഠിക്കുമ്പോഴാണ്? 10 പഠിക്കുമ്പോഴല്ലേ കറണ്ട്? കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കറണ്ട് ഉണ്ട്. ഞാൻ 10 പഠിക്കുമ്പോൾ. അതുവരെ ഞങ്ങൾ സോളാറൊക്കെ ആയിരുന്നു. ഇത് ഞങ്ങളെ പ്രശസ്തനായ നാട്ടുകാരനും ഷാജിയേട്ടനാണ്. ഷാജിയേട്ടൻ റബ്ബർ വെട്ടലൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. നല്ല വർത്താനം. മലയൊന്ന് കയറാൻ കരുതി. അപ്പോൾ ഫുള്ള് ഇപ്പോൾ റബ്ബറിൻ്റെയൊക്കെ ഇല കൊഴിയുന്നൊരു സമയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇലയാണ് നിറച്ച്. എല്ലാവരും കമ്പക്കുത്തി കയറി പോവാണ്. ഇതിൽ കൂടെ നേരെ ഇങ്ങനെ കുത്തനെ കയറി പോയിരുന്നു ഞങ്ങൾ ആദ്യം കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങോട്ട് വല്ലാണ്ട് നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ വഴി ഷോർട്ട് കട്ട് എടുക്കാൻ പോവാണ്. ഷോർട്ട് കട്ടല്ല, ഈ റബ്ബറിൻ്റെ പ്ലാറ്റ്ഫോംസിലൂടെ ഇങ്ങനെ പോവാണ്. റബ്ബറൊക്കെ കാണുമ്പോൾ നൊസ്റ്റാൾജി വരുന്നുണ്ട്. കാരണം രാവിലെ റബ്ബർ വെട്ട് വരുന്നു. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് റബ്ബർ വെട്ടണം. ഞാനും കുഞ്ഞു കേട്ടോ, 2 പേരും റബ്ബർ വെട്ടു. വീട്ടിലെ റബ്ബർ വെട്ടാനുണ്ട്. കുറച്ച് സമയം പിന്നെ പുറത്ത് വെട്ടാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ പോയി ഞങ്ങൾ വെട്ടിക്കൊടുക്കും. ഞാൻ രാവിലെ അതിരാവിലെ എണീച്ച് റബ്ബർ വെട്ടൽ പരിപാടിയുണ്ട്. സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ പാലെടുക്കണം. അങ്ങനെ പല പരിപാടികൾ. പിന്നെ അവധി ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരങ്കോല് വെട്ടാൻ വേണ്ടി പോകും. കാട്ടിൽ എരങ്കോല് വെട്ടിയിട്ട് ഒരു എരങ്കോല് 6 രൂപ 7 രൂപ കിട്ടും. ലാസ്റ്റൊക്കെ 10 രൂപ കിട്ടും ഒരു കോലിന്. അത് വെട്ടിക്കൊണ്ട് വിൽക്കും. ഞങ്ങൾ കുറച്ച് പയ്യന്മാരുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ പോക്കറ്റ് മണി, സിനിമയ്ക്ക് പോകാനുള്ള പൈസ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ശരിക്കും അങ്ങനെ എരങ്കോല് വെട്ടലും പരിപാടിയൊക്കെയാണ്. പിന്നെ മഴക്കാലമാകുമ്പോൾ റബ്ബറിന് പ്ലാസ്റ്റിക് ഇടും. ഈ റബ്ബറിനൊക്കെ പ്ലാസ്റ്റിക് ഇടണം. അപ്പോൾ അത് അച്ഛൻ അതിനൊക്കെ പോവും, അവരെ കൂടെ ഞങ്ങളും പോവും. റബ്ബറും പ്ലാസ്റ്റിക് ഇടൽ പരിപാടികൾ, ചെറിയ അച്ഛൻ്റെ കൂടെ അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ജീവിത രീതി ഉണ്ടായിരുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേട്ടോ. പിന്നെ കുറച്ച് മലേൻ്റെ മുകളിൽ നമുക്ക് ഇത് കുറച്ച് മലേൻ്റെ താഴ്വാരം, മലേൻ്റെ ഏറ്റവും കുന്നിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് പറങ്കി ഉണ്ടായിരുന്നു. പറങ്കീൻ്റെ അണ്ടിയൊക്കെ പറക്കി വിറ്റ് ആ പൈസ കൊണ്ട് സിനിമയ്ക്ക് പോയി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ അനുമോള് അതിൻ്റെ ഒരു ഓർമ്മ അനുമോൾക്ക് വന്നപ്പോൾ അനുമോള് പറയാം, കലി പടം കാണാൻ വേണ്ടി
അങ്ങനെ പോയിട്ടുണ്ടായിരുന്നെന്ന്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ന്യൂ ഇയറിന് പരിപാടിക്ക് പൈസ തികയാതെ വരുമ്പോൾ പറങ്കേണ്ടി പറക്കി വിറ്റും, അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ കവുങ്ങിൽ കയറി അടയ്ക്ക പറിച്ച് വിറ്റും ഒക്കെ പൈസ കൂട്ടി സ്വരൂപിച്ച്, അതുകൊണ്ട് കൂവക്കോൽ ഗ്രാമോത്സവം എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആഘോഷം ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളൊന്നും കാണാനില്ല, എല്ലാവരും ഫോണിലായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ചേച്ചിമാരൊക്കെ പറയാം, ഇപ്പം നിങ്ങൾ ഉണ്ടായിരുന്നവരെയല്ല, നിങ്ങളുടെ ആ ജനറേഷൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ശരിക്കും ഫോണിലായി, ആരും പുറത്തേക്ക് വരാറില്ല, എല്ലാവരും കൂടിയിരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും, ഗെയിം കളിക്കലും പരിപാടിയും, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറി, കളികൾ മാറി. ഇപ്പോൾ ഞങ്ങൾ റോട്ടിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ എവിടെ, അപ്പോൾ ഞങ്ങൾ റോട്ടിലായിരുന്നു ക്രിക്കറ്റ് കളിക്കുക. ഫീൽഡൊക്കെ നിൽക്കുന്നത് റബ്ബർ തോട്ടത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ അത് മാറി ഇപ്പോൾ ടർഫുകൾ വന്നു, ഇപ്പോൾ എല്ലാവരും ടർഫിലൊക്കെ പോയി കളിക്കുന്നു. അങ്ങനത്തെ ജീവിത രീതികളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജനറേഷനും പുതിയ ജനറേഷനും ഒക്കെ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. എൻജോയ് ചെയ്ത് ജീവിച്ച നല്ല ഒരുപിടി ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം റബ്ബർ തോട്ടത്തിനുള്ളിലൂടെ നടക്കുകയാണ് കേട്ടോ. റബ്ബർ കുരു പറക്കി വിറ്റിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മലാവിലെ റബ്ബർ തോട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റബ്ബർ കുരു പറക്കി വിറ്റ കഥയൊക്കെ. അപ്പോൾ ഇവിടെ ഞങ്ങളങ്ങനെ റബ്ബർ കുരു പറക്കി വിറ്റിട്ടുണ്ട്. അങ്ങനെ മലയുടെ മുകളിൽ 4 വീടുകളേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഞങ്ങളുടെ വീടായിരുന്നു, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഷൈജുവിൻ്റെ വീടുണ്ട്, തങ്കച്ചേട്ടൻ ഷൈജു ഒക്കെ അവരുടെ വീട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ജോയിച്ചേട്ടൻ്റെ വീട്, ജോർജ് ചേട്ടൻ്റെ വീട്, ചേട്ടത്തീൻ്റെ വീട്. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾക്ക് സുപരിചിതമായ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ കുറേ മനുഷ്യരാട്ടോ. ഇപ്പോഴും ആ ഒരു റിലേഷനും സ്നേഹമൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓരോ അമ്മമാരെയും ചേച്ചിമാരെയൊക്കെ കാണുമ്പോൾ അവരുടെ സന്തോഷവും ചേർത്ത് പിടിക്കുമ്പോഴുള്ള സ്നേഹമൊക്കെ ഞങ്ങൾക്ക് അത് മനസ്സിലാകാൻ അത്രമാത്രം അവരിലേക്ക് ഞങ്ങൾ ഇറങ്ങി നിന്നിരുന്നുള്ളതാണ്. എല്ലാ ആഘോഷങ്ങൾക്കും, കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും ഇവിടുത്തെ യുവാക്കളെല്ലാം സജീവമായിരുന്നു. ഇപ്പോൾ എല്ലാവരും പുറത്താണ്, അതാണ് പ്രത്യേകത. എല്ലാവരും ഒന്നിച്ച് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇതാണ് ഞങ്ങളുടെ സ്ഥലം. ഇപ്പം ഇവിടെ ഫുള്ള് റബ്ബറായിരുന്നു കേട്ടോ. ഈ റബ്ബറെല്ലാം മുറിച്ച് ഇപ്പോൾ ഒന്നും നട്ടിട്ടില്ല, എന്തെങ്കിലുമൊക്കെ നടണം. കാരണം ഇവിടെ ഒന്നും നടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഫോറസ്റ്റിൻ്റെ ഒരു പഴയ റീസർവേ ഒക്കെ വന്നിട്ട് ഈ ഒരു സ്ഥലമൊക്കെ ഫോറസ്റ്റിൻ്റെ ഭാഗമായി പോകുന്നു, കുറഞ്ഞ ഭാഗം. അത് കാരണം തന്നെ മൃഗങ്ങൾ, ആനയും പന്നിയും കാട്ടുപോത്തൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ പറമ്പിൻ്റെ അതിർത്തി കേട്ടോ. ഇവിടുന്ന് അങ്ങനെ മുകളിലേക്ക് ആ മലേൻ്റെ മേട് വരെ നമ്മുടെ സ്ഥലമാണ് കണ്ടോ. ഇവിടെ പശുവൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മിന്നും ചിന്നൂരെയൊക്കെ മായാൻ്റീൻ്റെ പശുവൊക്കെയാണ് ഇവിടെ ഉള്ള, ചായ്ക്കോച്ചേൻ്റെ ഒക്കെ പശു. ഇവിടെ മാവ് ഉണ്ടോ, മാവ് പൂത്തിട്ടുണ്ട്, മാങ്ങ ഉണ്ടാവുന്നു. വലിയ ഇലഞ്ഞിമരമില്ലേ, ഞങ്ങൾ മലാവിൽ പോകുമ്പോൾ തീരെ വണ്ണമില്ലാത്തൊരു ചെറിയ മരമായിരുന്നു കേട്ടോ. ഇതൊക്കെ വലിയ വൃക്ഷമായി മാറിയിട്ടുണ്ട്. നല്ല തണൽ നൽകുന്ന വലിയൊരു ഇലഞ്ഞിമരം, മാവൊക്കെ പൂത്തുണ്ട് കേട്ടോ. മാവ് പൂത്തു, മുരിങ്ങയുണ്ട്, തെങ്ങുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ആരും താമസിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ശരിക്കും നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞൊരു മരം കേട്ടോ. ചിക്കനിലൊക്കെ ഇതിൻ്റെ ഇല എടുത്തിട്ടാണ് ഭയങ്കര ടേസ്റ്റാണ്. സർവ്വസുഗന്ധി ഇത് തന്നെ ബേ ലീഫ് ഇതാണോ എന്ന് നമുക്കറിയില്ല, പക്ഷേ ഞങ്ങളിതിന് സർവ്വസുഗന്ധി എന്നാണ് പറയുക കേട്ടോ. എന്താ ഇതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ സർവ്വസ്. ഇതിൻ്റെ 2 ഇല ബീഫ് കറിയിലൊക്കെ ഇട്ടാണ്ടല്ലോ, എമ്മ ടേസ്റ്റ് എന്നറിയോ. കൂളമുണ്ട്, വലിയ കൂളായിരുന്നു, ഒടിഞ്ഞു പോയിട്ട് ഇപ്പോൾ എൻ്റെ ചോട്ടിൽ നിന്ന് കിളുത്ത് വന്ന് ചെറിയൊരു കൂവളം, മാവ്, ഞങ്ങളുടെ ഷീറ്റ് വര, ഞങ്ങൾ ഷീറ്റൊക്കെ ഉണക്കാനിട്ടുന്നത് ഷീറ്റ് വര ഇതാണ്. അവിടെ പശുത്തൊഴുത്തുണ്ട്, കോഴിയുണ്ട്, ഇതിലൊക്കെ മാങ്ങ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം വെട്ടലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എല്ലാവരും വന്ന് കുഴങ്ങി. അച്ഛൻ്റെ വെട്ടലും വരടും കഴിഞ്ഞിട്ട് കൊച്ചു വന്നിരിക്കുന്നു. അയ്യോ, ഇവിടെ വലിയ ഷെഡൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ വീടാരും താമസിക്കാത്തതുകൊണ്ട് ഷെഡൊക്കെ പൊളിഞ്ഞു പോയതാ. ഇതാട്ടോ ഞങ്ങളുടെ വീട്.
ഇവിടുന്നാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിനുള്ളിൽ. ഇതാണ് കേട്ടോ എൻ്റെ റൂം. ഞാൻ ഇവിടെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇത് റൂം. ഇവിടെ അമ്മയുടെയൊക്കെ റൂം. ഇങ്ങനെ പഴയ കട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒന്നും എടുത്തിട്ടൊന്നും പോയിട്ടില്ല, എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കൊച്ചച്ഛൻ്റെ റൂം, ഇവിടെ റൂം, ഇത് അച്ഛമ്മേൻ്റെ റൂം. ഇവിടെ 5 റൂമുണ്ടായിരുന്നു കുഞ്ഞു വീട്ടിൽ. ഇതായിരുന്നു ഞങ്ങളുടെ കിച്ചൺ എന്ന് പറയുന്നത്. കേട്ടോ, കിച്ചണാണ്. നമ്മുടെ പണ്ടത്തെ പാതകമൊക്കെ ഉള്ള അടുപ്പ് ഇതാണ്. ഇപ്പം ഇവിടെ കൊച്ചൊക്കെ വെറുതെ ചായ ഉണ്ടാക്കും, വെട്ടാൻ വരുമ്പോൾ ചായ ഉണ്ടാക്കും, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അടുപ്പിലുണ്ടാക്കിയ ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതൊക്കെ. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അലങ്കോലമായി കിടക്കുകയാണ്. ഇങ്ങനെ മേളിൽ വന്നാലാണ് ഞങ്ങളുടെ ടാങ്ക്. ഇവിടെ ടാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലാണ് വെള്ളം പിടിച്ചുകൊണ്ടിരുന്നത്. ഇത് മലയിൽ ഒരു 2 കിലോമീറ്റർ മേളിൽ പോയിട്ട് വേണം വെള്ളം കൊണ്ടുവരണമെങ്കിൽ. കാട്ടു ചോലയിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഉണ്ട്. ഇപ്പോൾ ഇത് ഇടിഞ്ഞു പോയി. അതായത് പ്ലാസ്റ്റിക് ഇട്ടിട്ട് കുറച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടോ മുരിങ്ങയൊക്കെ നിറയെ മുരിങ്ങക്കായുണ്ട്. ഇങ്ങനെ ഓസിലൂടെ ആയിട്ടാണ് വെള്ളം വരിക. കണ്ടോ, ഈ ഓസിലൂടെ ഞങ്ങൾ വെള്ളം തിരിക്കാൻ വേണ്ടി പോകും. ഉണ്ടോ വെള്ളം വന്ന് ചാടണത്. ഇങ്ങനെ വെള്ളം വന്ന് ചാടും. ഇത് അരുവിയിൽ നിന്ന് വരെ വെള്ളം കേട്ടോ, നല്ല ശുദ്ധമായ വെള്ളം വരും. മുരിങ്ങയിൽ നിറയെ മുരിങ്ങക്കായുണ്ട്. പ്ലാവിൽ ചക്കയൊക്കെ ആവണുള്ളൂ കേട്ടോ. ഈ ഒരു സൈസൊക്കെ ആയിട്ടുണ്ട്. മറ്റേ ഷീറ്റ് അടിക്കാൻ തുടങ്ങിയിട്ട്. കൊടംപുളി കേട്ടോ. കൊടംപുളിയുടെ വലിയൊരു മരമുണ്ട് ഞങ്ങൾക്ക്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷീറ്റായിരുന്നു കേട്ടോ. മറ്റേ വെറും കാറ്റൊക്കെ വന്ന് എല്ലാം പറന്ന് പാറിപ്പോയതാണ്. ശക്തമായ കാറ്റും പ്രളയവും ഒക്കെ തകർത്ത് കളഞ്ഞതാണ്. അതിൻ്റെ പശു കേട്ടോ പുല്ല് തിന്നുന്നു. ഞങ്ങൾക്ക് വീട്ടിലെപ്പോഴും പശു ഉണ്ടാവാറുണ്ടായിരുന്നു. രാവിലെ എണീച്ച് പശുവിൻ്റെ പാലൊക്കെ ആയിട്ട് സൊസൈറ്റിയിൽ പോവും. അപ്പം ഞങ്ങളുടെ ജീവിതവും ലൈഫൊക്കെ ഇതാണ്. ഈ കാണുന്ന വലിയൊരു മലയുടെ മുകളിൽ നിന്നാണ് അത്രയും ദൂരെയുള്ള സ്കൂളിലേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പം അങ്ങനെ കട്ട കൊണ്ട് കെട്ടിയ ചുടുകട്ട കേട്ടോ. ഞങ്ങളുടെ വീട് ചുടുകട്ടയാണ്. ചുടുകട്ട കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ ചുടുകട്ട കൊണ്ട് ഉണ്ടാക്കിയ വീടാണ് നമ്മുടേത്. ഇവിടെ മിന്നൂന് അനുമുഖം കൊറേ കഥ പറയാണ്ടറിയാം. ഒരു ഈ ടാങ്കിക്കൊന്നും വെള്ളം കോരാൻ കയ്യിലെന്ന് എന്തൊക്കെ ചവിട്ടി കയറി പിന്നെ വെള്ളം കൊയ്തൊക്കെ ചെറുതായി. അല്ല ഞാനിപ്പോ ടാങ്ക് ചെറുതായി പോയെന്ന് ഇവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു ബാത്റൂമിന്റെ ബേക്കില്. ഇവിടെ ബേക്കിലൊരു കണ്ണാടി ഉണ്ട് ബാത്റൂമില്. ഇവർക്കൊക്കെ എത്തും, ഇവർക്ക് എത്തൂല. എന്നിട്ട് അവിടെ പോയി നിന്ന് ഏന്തി വലിഞ്ഞാന്ന് നോക്കാണ് കണ്ണാടിയില്. അല്ല ഈ കണ്ണാടി കണ്ടോ, ഈ കണ്ണാടിയിൽ ശരിക്കും നോക്കണമെങ്കിൽ ഞങ്ങൾക്ക് നേരെ നോക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ചിന്നും മിന്നുനൊക്കെ നോക്കണമെങ്കിൽ എന്താ പറയുക, ഇവിടെ നിൽക്കണമെന്ന്. ഇവിടെ നോക്കിയാലേ അവർക്ക് കണ്ണാടി കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ എല്ലാവരും പറയും, എല്ലാവരും വലുതായി. പക്ഷെ ഞങ്ങൾക്ക് വലുതായ പോലെ തോന്നുന്നില്ല, ഈ സ്ഥലമൊക്കെ ചെറുതായ പോലെ തോന്നുക അല്ലേ. ഈ ടാങ്കിലേക്ക് നമുക്ക് ഇവിടെ ചെറിയ പൈപ്പിന് കഷ്ണമുണ്ട്, അതിൽ ചവിട്ടിയാലാണ് വെള്ളം ഇങ്ങനെ കുറയുമ്പോൾ കോരിയെടുക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇത് ടാങ്ക് ചെറുതായ പോലെ തോന്നുന്നത്. ചെമ്പരത്തിയൊക്കെ വലുതായി. ഇവിടെ ഒരു മീൻ വളത്തിലൊക്കെ ഉണ്ട് കേട്ടോ. മീനിനകത്ത് ഇവിടെ ഷായ്ക്കോച്ച മീൻ വളത്തുണ്ടായിരുന്നു കേട്ടോ. കൊച്ചൻ്റെ മീൻ വളത്തിലായിരുന്നു കേട്ടോ. ഈ മീൻ വളത്തിലൊന്നും ഞാനുള്ളപ്പോൾ ഇല്ല കേട്ടോ. ഞാനൊക്കെ മലാവിയിൽ പോയി കഴിഞ്ഞിട്ടാണ് ഈ മീൻ വളത്തുണ്ടായത്. പിന്നെ 3 വർഷം മലാവിയിൽ നിന്നിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അത് കൊറോണ സമയത്തായിരുന്നു. 35 ദിവസം ലീവിനാണ് വന്നു ക്വാറൻറ്റൈൻ, കല്യാണം, അത് കഴിഞ്ഞ് തിരിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും കാണാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നാട് ഞാൻ എന്താ പറയുക
6 വർഷത്തിന് ശേഷമാണ് ശരിക്കും ഒന്ന് കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ 6 വർഷത്തെ മാറ്റങ്ങളാണ് നാട്ടിലെ എനിക്ക് പറയാനുണ്ടാവുക. ഇപ്പോൾ ഈ കാണുന്ന വലിയ മല കണ്ടോ മുകളിലേക്കുള്ള, ആ മലയുടെ മുകളിലൊക്കെ പറങ്കിയായിരുന്നു ആദ്യം. അത് ഞങ്ങൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് പറങ്കേണ്ടി പറക്കാൻ വേണ്ടി അതിൻ്റെ മേളിൽ പോകണം. അതിൻ്റെ മേളിൽ പോയിട്ട് പറങ്ങേണ്ടി പറക്കി ഇരിഞ്ഞ് കൊണ്ടുവരണം. പിന്നെ റബ്ബർ വെട്ടണം. ഈ റബ്ബറൊക്കെ വെട്ടിയിട്ടുണ്ട്. ഈ റബ്ബർ ഞാൻ വെട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന റബ്ബറുകളാണ്. ഇത് റബ്ബർ റീപ്ലാന്റ് ചെയ്തില്ല. റീപ്ലാന്റ് ചെയ്തിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ആനയും കാട്ടുപോത്തായിട്ടും പന്നിയായിട്ടും നിറയെ ജന്തുക്കളാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറയാം, ഇതൊക്കെ ഗവൺമെൻറ് റിസർവയറായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടൊക്കെ ജെണ്ട വരുന്നു എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എവിടെയാവും എന്താവും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നത് ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടും ഒരു കാര്യമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ മലയിലെ വീടാണ് കേട്ടോ. ഈ മലയിലെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ താഴേക്ക് വന്ന് ഇപ്പോൾ ഉള്ള ഒരു നിലയിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്നാണ് കേട്ടോ. ഷീറ്റൊക്കെ ഉണങ്ങി കിടക്കുന്നത്. ആദ്യം ഒരുപാട് ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഷീറ്റല്ല, കുറച്ച് പുറത്ത് വെട്ടുന്നുണ്ട് അവരുടെ ഷീറ്റൊക്കെ കേട്ടോ. കുറച്ചേ നമ്മുടെ ഷീറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് റബ്ബറൊന്നുമില്ല. ഇതൊക്കെ വേറെ ആൾക്കാരുടെ റബ്ബറാണ്, ഷീറ്റാണ് വെട്ടിയിടുന്നത്. അതായത് ഇവിടുത്തെ പണ്ടത്തെ കുളിമുറിയും ടോയ്ലറ്റ് ഇങ്ങനെ പുറത്തായിരുന്നു. കണ്ട വീട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഓടിട്ട വീടാണ്. ലാസ്റ്റ് അവസാന നിമിഷത്തിലാണ് നമ്മളിത് കമ്പിയാക്കിയത്. അത് ആദ്യം വരെ പട്ടികയൊക്കെ ആയിരുന്നു. പട്ടിക ചതിൽ പിടിക്കുകയും ഒടിഞ്ഞ് വീഴുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചതിലൊക്കെ രൂക്ഷമായി വന്നപ്പോഴാണ് കമ്പി ഇട്ടത്. പിന്നെ കുറച്ച് തേച്ചു. കാരണം ഇതൊക്കെ തേക്കുന്നതാണ് കുറച്ച് ടാസ്ക്കായിരുന്നു. താഴേന്ന് സിമെൻറ്റും മണലെല്ലാം ഏറ്റിക്കൊണ്ടിരണം. ഇങ്ങോട്ട് വണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ചുടുകൊട്ട കൊണ്ട് നിർമ്മിച്ച വീടുകളാണ്. മലാവിയിലെ ചുടുകട്ടകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വലിയ ചുടുകൊട്ട ഉണ്ടാക്കിയില്ല മലാവിയിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണ്ടോ, നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കിയ കട്ടേൻ്റെ സൈസ് എന്ന് പറഞ്ഞ ഇതാണ്. ഇത്രയും വലിയ കട്ട ഉപയോഗിച്ചാണ് വീടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഈ സൈഡും തേച്ചിട്ടില്ല കേട്ടോ. ഉള്ളൊക്കെ തേച്ചു, സൈഡും ബാക്ക് ഭാഗവും തേച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉള്ളൊക്കെ തേച്ചാ കേട്ടോ. ഇതൊക്കെ ചെറുതായിരുന്നു, ഇപ്പോൾ വലിയതായി കണ്ടോ, പൊളിയുണ്ട്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അച്ഛമ്മയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു, ഞാനിവിടെ ഒരു വലിയ കവുങ്ങ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ അടക്കൊക്കെ ഉണ്ടാകുമായിരുന്നു. അത് കഴിഞ്ഞ കാറ്റത്ത് ഒടിഞ്ഞു പോയി. ഒരു ഇരുമ്പമ്പുളി പറിച്ച് കഴിച്ചു നോക്കാം കേട്ടോ. അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഇരുമ്പമ്പുളി. ഞങ്ങൾ ഇരുമ്പമ്പുളി എന്നാട്ടോ ഇതിന് പറയുക. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ, എല്ലാം സ്റ്റെപ്പായിട്ടാണ്. മലാവി ഇല്ലാത്തൊരു കാര്യവും ഞാൻ മലാവിലെ വില്ലേജ് ആൾക്കാരോടൊക്കെ പറയുന്നൊരു കാര്യമാണ്. കണ്ടോ, ഇങ്ങനെ കയ്യാലകൾ കെട്ടിയിട്ടുണ്ടാവും. ഇതൊരു നിരപ്പ് സ്ലോപ്പ് പോലെ വന്നിട്ട് കണ്ടോ, ഇവിടെ വരുമ്പം അടുത്തൊരു കയ്യാല വരും. അങ്ങനെ നമ്മൾ താഴേന്ന് വന്ന സ്ഥലമാരിയല്ല ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത്. ഫുള്ള് നിരപ്പാണ് അതിനുള്ളിൽ. കണ്ടോ, അടുത്തൊരു സ്റ്റെപ്പ് ഇങ്ങനെ, അടുത്തൊരു സ്റ്റെപ്പ് ഇങ്ങനെ, അങ്ങനെ സ്റ്റെപ്പായിട്ട് ഞങ്ങളുടെ സ്ഥലം മൊത്തം കിടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇത് ഭൂതാൻ വികാസ് മന്ദിർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. ഭൂതാനം എന്നൊരു സ്ഥലം തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഭൂതാനം ആ ഒരു സംഘടന വന്നിട്ട് അവർ കുറേ നോളജൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൃഷി ചെയ്യാനും അതിനുവേണ്ടി കുറേ ഹെൽപ്പുകളും കയ്യാലകൾ കെട്ടാനും ഒക്കെയുള്ള പൈസ കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭൂതാൻ വികാസ് മന്ദിർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെവലാണ്. ഇവിടെ പറഞ്ഞാൽ വെള്ളം പെട്ടെന്ന് കുത്തി ഒലിച്ച് പോകില്ല. ഇവിടെ പെയ്യുന്ന മഴയുടെ വെള്ളം ഇവിടെ തന്നെ ഇറങ്ങും. മലാവിലൊക്കെ നമ്മൾ കാണുമ്പോൾ കണ്ടില്ലേ, നിരന്നിങ്ങനെ കടക്ക് വയ്ക്കും സ്ഥലം. ഇപ്പോൾ നമ്മൾ ഈ റബ്ബർ തോട്ടൊക്കെ കാണുന്ന പോലെയാണ് മലാവിലെ സ്ഥലം. അപ്പോൾ നമ്മുടെ സ്ഥലം മാത്രം ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ വെള്ളമൊന്നും പെട്ടെന്ന് ഒലിച്ചു പോവില്ല, മണ്ണൊലിപ്പ് കുറയും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കുറേ അഡ്വാൻറ്റേജസ് നമ്മുടെ സ്ഥലത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ മലാവിൽ വരുമ്പോൾ പറഞ്ഞു കൊടുക്കാറ്. നമ്മുടെ വീട്ടിലോ നമ്മുടെ നാട്ടിലോ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് അവരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയും കാരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതവും ഞങ്ങളുടെ ജീവിത രീതികളൊക്കെ ആയിരുന്നു കേട്ടോ. അതെ, ഈ മലയുടെ മുകളിൽ കണ്ടോ നിങ്ങൾ, ഈ മലയുടെ മുകളിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് കാണുന്നൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയത് കേട്ടോ. ഇവിടെ മുരിങ്ങ, ഇവിടെ അരിനെല്ലിക്ക, ഓറഞ്ച് കേട്ടോ. ഓറഞ്ച് ഉണ്ട് ഇതിൻ്റെ മേൽ. നമ്മുടെ നാട്ടിലൊക്കെ ഓറഞ്ച് ഉണ്ടാകുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇതേ മലയിൽ. വെള്ളം പോയില്ലാത്ത സ്ഥലത്ത് എന്തോ ഒരു തുമ്പച്ചെടി എന്നറിയ പറമ്പ് മൊത്തം തുമ്പയാ. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ സാധാരണ പുളി, ഇരുമ്പം പുളി, പേരക്ക, മാങ്ങ, ചക്ക, ഓറഞ്ച്, അരിനെല്ലിക്ക, മുരിങ്ങ,
ഇലിമ്പമ്പുളി, ഇരുമ്പ് എല്ലാ സാധനമുണ്ട്, വാഴ, ഒന്നുമില്ല, എല്ലാം ഉണ്ട്. ഇപ്പടോ ആരും ഇല്ലാഞ്ഞിട്ട് അതെ പപ്പായ ഇവിടെ കണ്ടോ ഒരു ആ പപ്പായ ഞാൻ ചോദിക്കും കണ്ടോ, അതൊക്കെ വലിയ പപ്പായ, നല്ല മധുരം ചുമപ്പാണ് പപ്പായ. പപ്പായൻ്റെ ഇലയൊക്കെ കാറ്റത്ത് ഒടിഞ്ഞ് തകർന്നു പോയതാട്ടോ. അമ്മാതിരി കാറ്റാണ് ഇപ്പോൾ വീശുന്നത്. അവിടെ മാവുണ്ട് എല്ലാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ വന്നപ്പോഴേ ആ ചാമ്പ മൊത്തം ചാമ്പയെന്ന ഇല കാണാതെ. പക്ഷെ ഇപ്പൊ ഉണ്ടായത് മൊത്തം വേഴാമ്പൽ വന്ന് തിന്നു പറഞ്ഞു. ഇപ്പൊ വേഴാമ്പലും കുരങ്ങന്മാര് വേഴാമ്പല് പന്നി എല്ലാം ഉണ്ട്. കാരണം അവിടെ താമസമില്ലല്ലോ. ഈ പ്രദേശം എവിടെയും താമസമില്ല കേട്ടോ. ആദ്യം ഇവിടെ 3-4 വീടുകളുണ്ടായിരുന്നു. ഇപ്പൊ ആരും താമസമില്ല. ഇവിടെ തുളസി ഉണ്ട്, കാട്ടു തുളസി ഉണ്ട്, പിന്നെ സർവ്വസുഗന്ധി, നമ്മളെ മറ്റേ ബിരിയാണീൻ്റെ ഇതിലൊക്കെ മേലല്ലേ വേലിപ്പം അതാ തോന്നുന്നു സർവ്വസുഗന്ധി. അത് ഇലഞ്ഞീൻ്റെ പൂവിനൊക്കെ എന്തോരം മണം അറിയോ. അടുക്കള ഭാഗം തരുന്നു കേട്ടോ. ഇവിടെയായിരുന്നു പണ്ട് അമ്മിക്കല്ലും അരകല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ അമ്മിയിൽ അരച്ച ചമ്മന്തി കറികൾ ഒക്കെ ആയിരുന്നു. പിന്നെ ആട്ടുകല്ലുണ്ട്, അരകല്ലുണ്ട്. ആട്ടുകല്ല് കാണിച്ചു തരാം കേട്ടോ. ആട്ടുകല്ല് ഞാനൊക്കെ എന്തോരം ആട്ടിയിട്ടുണ്ട് ദോശയൊക്കെ കേട്ടോ. ഈ മറിച്ചിട്ടേക്കുന്നത് ആട്ടുകല്ലാണ്. ഈ ആട്ടുകല്ലിൽ ഒരുപാട് മാവരച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ചിന്നും കൂടെ അവിടെ ഉള്ളിൽ ഒരു ഇതുണ്ട്, എന്താ ഒരകല്ലുണ്ട് അല്ലേ. അതായത് നമ്മള് മലാവിയിൽ വീഡിയോ എടുത്തപ്പോ കാണിച്ചിട്ടുണ്ട്. അരനേട്ടനും ചിന്നും കൂടെ എന്താ ഉരലില് കുടിക്കണേ കണ്ടോ. പണ്ടത്തെ തരം ടൂറുണ്ടോ. ഇവിടെ എങ്ങനെ വേണേ അടച്ചിട്ടിട്ട് ഇത് മാത്രം തുറക്കാം, അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ ഇവിടെയായിരുന്നു ഞങ്ങൾ TV ഉണ്ടായിരുന്നു കേട്ടോ. TV അടിച്ചു പോയി, ഒരു ഇടി വെട്ടിയപ്പോ പോയി. TV ഉണ്ടായിരുന്നു, സ്പീക്കർ ഉണ്ടായിരുന്നു. ഞങ്ങൾ മറ്റേ കുടത്തിലൊക്കെ മറ്റേ സ്പീക്കർ വെച്ചിട്ട് ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കി. ഒരു 5 ബോക്സൊക്കെ വെച്ച് 5.1 ഹോം തിയേറ്റർ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു ഇവിടെ. ഇത് കാണിച്ചോ റേഡിയോ. ഇവിടെ എപ്പോഴും റേഡിയോ ഉണ്ട് കേട്ടോ. ഇപ്പൊ പാട്ട് കേൾക്കാൻ വേണ്ടി റേഡിയോ ഉണ്ട്. പക്ഷേ റേഡിയോ ഓൺ ആക്കിയാൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും. റേഡിയോ ഉണ്ടാക്കുന്നുണ്ട്, പാട്ട് കേൾക്കാം. ആദ്യം നമ്മുടെ സാധാരണ റേഡിയോ ആയിരുന്നു, FM റേഡിയോ ഇല്ലേ അത്. നമുക്കിടേ ചെമ്പെടുക്കണം, ചെമ്പ്. അമ്മേന്റെ നെല്ല് പുഴുങ്ങാന്. ഞാൻ അടുത്ത പടി നെല്ല് പുഴുങ്ങുക എന്നുള്ളൊരു പരിപാടി നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. നമ്മള് കഴിഞ്ഞ വീഡിയോയില് കണ്ടു കാണും നമ്മള് നെൽപ്പാടം കൊയ്യണതൊക്കെ. നെല്ല് ഞാൻ പറഞ്ഞേ നെല്ലിടിക്കണേ, അല്ല സോറി അരി ഇടിക്കണേ വരല് കണ്ടോ. ഇടിക്കുന്ന ഇതിങ്ങനെ ഫിക്സ് ചെയ്തേക്കല്ലേ കറിയില്. ഇതിലിങ്ങനെ നെല്ല് സോറി അരി കഴുകി ഞങ്ങൾ ഇടിച്ച് പൊടിച്ചായിരുന്നു അപ്പൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇത് പിന്നെ അച്ഛമ്മേ ഇത് പിന്നെ പണ്ടത്തെ അരി ഊറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന പലകയായിരുന്നു. ഇത് വെച്ചിട്ടാണ് അരി ഊറ്റിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ അലമാര പണ്ട് അച്ഛമ്മേന്റെ അച്ഛനൊക്കെ അല്ലേ, അച്ഛമ്മേന്റെ കാലത്ത് ഹോട്ടലിൽ തന്നെ കേട്ടോ. ആ ഹോട്ടലില് ചായക്കടികൾ വെച്ചുകൊണ്ടിരുന്ന തട്ടാട്ടോ. 1, 2, 3 തട്ട് നിറയെ ചായക്കടികൾ ഉണ്ടായിരുന്നു പണ്ട്. ഹോട്ടല്, തയ്യൽ കട, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നില്ലേ പലചരക്കോ എന്തൊക്കെയോ കട കൊറേ ഉണ്ടായിരുന്നു. ചെമ്പിന്റെയോ ചെമ്പാണത് ആണോ? അപ്പൊ ഞങ്ങള് മല വീട്ടിൽ വന്ന് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് ചെമ്പൊക്കെ പെറുക്കി പോവാണ് താഴത്തേക്ക് കണ്ടോ. കേട്ടോ ഇതേപോലെ മലയുടെ മുകളിൽ നിന്നൊക്കെ അത്രയും സ്ട്രഗിൾ ചെയ്താണ് നമ്മളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. നമ്മളെ ഞങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ കേരളത്തിലെ പല ജില്ലകളിലും പല സ്ഥലത്തെ കുട്ടികളും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആഫ്രിക്കയിലുള്ള കുട്ടികളൊക്കെ നടക്കാൻ ദൂരാണെന്നൊക്കെ പറയുമ്പോൾ ഞാനങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയത് മല കയറി ഇറങ്ങിയാണ്. മലയൊക്കെ നിരന്ന സ്ഥലമാണ്, മലയൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇത്രയും കുന്നും മലയൊക്കെ കയറി നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ 2-3 കിലോമീറ്റർ സ്കൂളിൽ പോകാനൊക്കെ ദൂരമാണെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളുടെ കഥകൾ പറയാറുണ്ട്. ഇനി വേണം ഈ വീഡിയോ കാണിച്ചു കൊടുക്കാൻ. വീഡിയോയ്ക്ക് എന്തായാലും ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഉണ്ടാവും. സബ്ടൈറ്റിൽ ഇട്ടിട്ട് വേണം മലാവിയിലുള്ള സ്കൂളിലെ ടീച്ചേഴ്സിനെയും പേരൻസിനെയൊക്കെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ. ഒന്ന് മല കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്കും വേർത്ത് കിട്ടോ. നമ്മളിത് ഇങ്ങനെ അല്ലാതെ 5-6 വർഷമായി നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ടൊക്കെ. കാരണം അതുകൊണ്ട് നമുക്ക് കുഴക്കമാണ്. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഇത് കയറി ഇറങ്ങുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അത് കയറുമ്പോൾ തലയിൽ എന്തെങ്കിലും ഉണ്ടാവും, അരിയോ അല്ലെങ്കിൽ പശുവിന് കൊടുക്കുന്ന പിണ്ണാക്ക്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഈ കയറ്റൊക്കെ കയറി പോയിക്കൊണ്ടിരുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ മാങ്ങക്കാലാണെങ്കിൽ ഒരു മാങ്ങ കിട്ടും, അതും തിന്നുകൊണ്ട് അങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ ചെമ്പൊക്കെ വണ്ടിക്കകത്ത് കയറ്റി കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ ജീവിതവും ഞങ്ങൾ വന്ന സിറ്റുവേഷനും എവിടെ നിന്നാണ് ഞങ്ങൾ ഇന്നത്തെ നിലയിലേക്ക് എത്തിയതെന്നും വലിയ നിലയിലൊന്നുമല്ല, എന്നാലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന് ഭേദപ്പെട്ടൊരു നിലയിലേക്ക് എത്താനൊക്കെ സാധിച്ചത് ശരിക്കും പറഞ്ഞാൽ മലാവിയാണ്. ആ രാജ്യത്ത് വന്ന് ജോലി ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ആവാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് അതിൻ്റെ സാഹചര്യം, എന്തായിരുന്നു മലാവിൽ കാണുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങളുടെ ജീവിത രീതികളും ഞങ്ങളെ ജീവിച്ചു വന്ന അവസ്ഥകളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വരാം. കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു അവധിക്ക് നാട്ടിൽ വന്നതാണ്. ഫെബ്രുവരി 20 നമ്മൾ തിരിച്ചു പോകും. അതുവരെ നാട്ടിലുണ്ട്, കാണാൻ പറ്റുന്നവരെ കാണാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവാണ്. അപ്പം പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.